ജനനം സംഭവിക്കേണ്ടിടത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ആജ്ഞ ദൈവം രാജാക്കന്മാരുടെ ഉള്ളിനകത്ത് കൊടുത്തത്. We believe that this decree was given inside the heart of kings just because the Christ to be born inside Bethlehem. ആ സമയത്ത് തന്നെ ജോസേഫും മറിയയും സ്വദേശത്തിലേക്ക് അവർ കടന്നു വരികയാണ്. At that time, Joseph and Mary is getting back to their hometown. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. Glory to the name of God. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ഭാഗ്യ പദവികൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. We praise God for giving another opportunity to learn His scriptures. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ ഒരു ക്രിസ്മസ് ഞങ്ങൾ ആശംസിക്കുന്നു. We wish you all a very joyful and peaceful Christmas. തീർച്ചയായിട്ടും അതിനൊപ്പം തന്നെ ദൈവത്തിന്റെ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Along with that, we understand that the word of God will be a great blessing for us. സന്ദേശത്തിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. May God help you to get you closer to Him through the word of God tonight. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. In scriptures, the Gospels of Luke chapter 2 verse 4 and 5 says that യഹൂദിയയിലെ ബത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. So Joseph also went up from the town of Nazareth in Galilee to Judea to Bethlehem, the town of David. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ആ സമയത്തിൽ അവർ ബത്ലഹേമിലേക്ക് പോകണം എന്നുള്ളതൊരു ദൈവഹിതമായിരുന്നു. According to the plan laid by God, it was the will of God for them to go to Bethlehem. ദൈവത്തിന്റെ പദ്ധതികളെ ആർക്കും മാറ്റുവാനായിട്ട് കഴിയത്തില്ല. Nobody can change the plan of God. കാരണം ക്രിസ്തു ജനിക്കേണ്ടത് ബത്ലഹേമിലായിരുന്നു. Because the Christ has to be born in Bethlehem. അത് ലോകത്തിന്റെ ഏതൊരു സ്ഥാനത്തിലായിരുന്നെങ്കിലും ആ സമയത്തിൽ മറിയയും യോസെഫിനെയും ദൈവം ബത്ലഹേമിലേക്ക് എത്തിച്ചു. No matter wherever Mary and Joseph were, God let them get into Bethlehem at right time at right place. അതേ സമയത്ത് ഓഗസ്തോസ് കൈസർ ഒരു ആജ്ഞ പുറപ്പെടുവിക്കുവാൻ കാരണമായി തീർന്നു. At the same time, there was an order or decree set by Caesar Augustus. ഓഗസ്തോസ് കൈസറിന്റെ ആജ്ഞ അനുസരിച്ച് എല്ലാവരും അവരവരുടെ രാജ്യത്ത് പോയി സെൻസസ് ബോർഡുമായി ബന്ധപ്പെടുവാൻ ജ്ഞാപിച്ചു. In the time of Caesar Augustus, he decreed that every people has to go back to their own motherland to take census. മറ്റ് പല രാജ്യങ്ങളിലായി ചിന്നിച്ചിതറി കടന്നിരുന്ന യഹൂദന്മാർ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ പോയി സെൻസസ് ബോർഡുമായി അവർ ബന്ധപ്പെട്ടു. The Jews who were scattered all over the world came back to their home country to get their name enrolled in the census list. ആകയാൽ അത് ക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കേണ്ടിടത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ആജ്ഞ ദൈവം രാജാക്കന്മാരുടെ ഉള്ളിനകത്ത് കൊടുത്തത്. We believe that this decree was given inside the heart of kings just because the Christ to be born inside Bethlehem. ആ സമയത്ത് തന്നെ ജോസേഫും മറിയയും സ്വദേശത്തിലേക്ക് അവർ കടന്നു വരികയാണ്. At that time, Joseph and Mary is getting back to their hometown. കടന്നു വരുമ്പോൾ തന്നെ ആ ഡെലിവറി ഡേറ്റ് അടുത്തു വരികയുണ്ടായി. At the time of their return to their hometown itself, Mary's delivery date was going to be completed. പല വഴിയമ്പലങ്ങളിലും മുട്ടിയെങ്കിലും അവിടെ ഒന്നും അവർക്ക് അഭയം കിട്ടിയില്ല. Even if they inquired for a place for a delivery to different places, there were no chances for them. ഒടുവിൽ അവർക്ക് ലഭിച്ചത് ഒരു കാലിത്തൊഴുത്ത് മാത്രമായിരുന്നു. At last, what they got was just a barn. ദൈവം അവിടെ ചില നല്ല ഇടയന്മാരെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. God has also prepared some good shepherds over there. ആ ഇടയന്മാർ പുറത്ത് കിടന്നു എങ്കിലും ആടുകൾ അകത്ത് തന്നെയായിരുന്നു. Even if the shepherds were outside, the herd of sheep were inside the barn. അവരോട് സത്വർത്തമാനം ദൂതന്മാർ അറിയിക്കുകയും ചെയ്തു. And the good news was transferred to this shepherd by the angels. അതേസമയത്ത് തന്നെ യേശു കർത്താവ് പശുത്തൊഴുത്തിൽ ജനിക്കുകയും ചെയ്തു. At the same time, Jesus Christ was born inside the barn. പക്ഷെ അതെല്ലാം ഒരു ദൈവിക പദ്ധതിയായിരുന്നു. But all of this were a will of God. ആ സമയത്തിൽ അത് ബത്ലഹേമിൽ ജനിക്കുന്നതിന് പകരം മറ്റൊരു സ്ഥലത്താകുമ്പോൾ ഒരു ദൈവനിശ്ചയം അവിടെ പൂർണ്ണമാകുന്നില്ല. If Christ was born anywhere other than Bethlehem, it will not be aligning with the will of God. ആകയാൽ ആ ഭൂമി ഉണ്ടാക്കിയ സമയത്തിൽ തന്നെ
കർത്താവ് ആ ബത്ലഹേം എന്ന് പറയുന്ന ഭാഗത്തെ വളരെ വ്യക്തമായി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Therefore, at the time of the beginning itself, God has marked Bethlehem for the birth of Jesus Christ. അപ്പത്തിന്റെ ഭവനം എന്നാണ് ബത്ലഹേമിനെ കുറിച്ച് പറയാറുള്ളത്. Bethlehem is described as the town of bread. ആ അപ്പത്തിന്റെ ഭവനത്തിൽ തന്നെ ക്രിസ്തു ജനിക്കുന്നു. And Jesus is born in that house of bread. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയുടെ മധ്യഭാഗത്ത് ക്രിസ്തുവിന്റെ ജനനം പൂർണ്ണമാകുന്നത്. And according to this, the birth of Jesus is happening at the center of earth. അതുകൊണ്ട് തന്നെ ആ ജനനത്തോടുകൂടി ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെ വ്യാപരിക്കുവാൻ തുടങ്ങി. Hence, the peace and joy and the blessing of the birth of Jesus Christ is being spread all over the world equally. കരയായിരിക്കുന്ന ഭാഗത്തിൽ താമസിക്കുന്ന മനുഷ്യരിലേക്കെല്ലാം ദൈവസ്നേഹം വ്യാപരിച്ചു. God's love is being spread to all over the land. അതുകൊണ്ട് ജനനം മുതൽ തന്നെ എല്ലാം ദൈവഹിതം അതുപോലെ സംഭവിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Therefore, what we can see here is that from the birth itself, everything was according to the word of God, according to his will. രാജാക്കന്മാരോട് പ്രത്യേക ചില കൽപ്പനകൾ അവൻ പുറപ്പെടുവിച്ചു. God has given some certain commandments to every king. ആ കൽപ്പനകളാണ് ജനത്തോട് രാജാക്കന്മാരെ അറിയിച്ചത്. And those commandments which the kings has informed their subjects. സഹോദരങ്ങളെ, രാജ്യത്തിൽ മാറി മാറി വരുന്ന പല നിയമ കാര്യാദികളും ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ്. Dear children of God, the change in law that takes place in our country is just because for the fulfillment of God's promises. ദൈവത്തിന്റെ പദ്ധതികൾ ചിലയിടത്ത് നിറവേറാൻ വേണ്ടിയിട്ടാണ് ചില നിയമങ്ങൾ ചില സമയങ്ങളിൽ മാറി മാറി വരുന്നത്. Some laws are being changed and some laws are being constituted just because to fulfill the word of God. അന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഓഗസ്തോസ് കൈസറിന് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലായിരുന്നു. Caesar Augustus, who gave the commandment, having no idea regarding this. അദ്ദേഹത്തിന് യേശു ജനിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. He had no idea regarding that Jesus is going to be born. അന്ന് അവിടെ വഴിയമ്പലങ്ങളിൽ താമസിച്ചിരുന്ന ആർക്കും ഈ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് വ്യക്തമായി അറിയത്തില്ലായിരുന്നു. At that time, nobody who were living in different type of buildings were not having any idea regarding the birth of ദൈവത്തിന് Jesus. വ്യക്തമായിട്ട് അറിയാമായിരുന്നു. But God was very sure about the birth of Jesus. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ദൂതന്മാരെ അയച്ചു. Therefore, he sent his angels. കർത്താവ് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ആശംസകൾ അയച്ചു. Therefore, he sent the greetings at right time. കർത്താവ് അറിയിക്കേണ്ടുന്നവരെല്ലാവരും അറിയിച്ചു. God informed everybody, those who are supposed to be known about the birth of പക്ഷെ Jesus. ജനങ്ങൾ മുഴുവനും സെൻസസ് ബോർഡിന്റെ പുറകെ ആയിരുന്നു. But every people were behind the census enrollment. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയാണ് അവിടെ നടക്കുന്നു എന്നുള്ളത് ദൈവത്തിനും ദൈവ മക്കൾക്ക് മാത്രമേ അറിയാവുന്നു. But it was a plan of God and it was only known to God and his children. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യാദികളും തന്നെ നമുക്കറിയത്തില്ല എങ്കിലും ദൈവത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. The things that takes place or happen in and around our society may not be very informative to ourselves, but it is very known to God. ജോസഫ് കൃത്യമായി ഗവൺമെന്റിന്റെ ആജ്ഞകളെ അതുപോലെ പാലിച്ചു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു ഭാഗമാണ്. Joseph agreed to every law that was constituted in his country and it is very clear in the verse. ചില നിയമങ്ങളെ നമ്മൾ അനുസരിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി വരും. Sometimes our obedience to some laws are a blessing to us. അതുകൊണ്ടാണ് അവർ ബത്ലഹേം വരെ വന്നെത്തിയത്. That is why they reached Bethlehem. അവിടെ വെച്ചാണ് ക്രിസ്തുവിന്റെ ജനനവും സംഭവിച്ചത്. And that is the place where the birth of Jesus happened. എന്നാൽ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആ ബത്ലഹേമിൽ നിന്ന് ഒരു കുടുംബം മോവാബിലേക്ക് കുടിയേറി പാർക്കുന്നു. But when we check the book of Ruth, there we can see a family is living Bethlehem and they are going to Moab for a new living. ബത്ലഹേമിൽ താൽക്കാലികമായ ക്ഷാമമുണ്ടായി. The Bethlehem was experiencing a temporary scarcity. എന്നാൽ താൽക്കാലികമായ ക്ഷാമത്തിന്റെ മധ്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ദൈവസാന്നിധ്യത്തെ വിട്ടവർ മോവാബിലേക്ക് പോയി. But that family was not able to adjust with that temporary scarcity and they left Bethlehem and they went to Moab. പക്ഷെ അവിടെ പോയി അവർ സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിച്ചുവെങ്കിലും നാശത്തിലേക്കാണ് അവർ പോയത്.
But even if they went to Moab for a blessing, what they experienced was just opposite. They were suffering a lot. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ എല്ലാം നഷ്ടപ്പെട്ടവരായി വീണ്ടും അതേ ബത്ലഹേമിൽ തന്നെ കടന്നു വന്ന അനുഗ്രഹം പ്രാപിച്ചു. After years passed by, they returned to Bethlehem. ആദ്യ കാലഘട്ടം മുതൽ തന്നെ ബത്ലഹേമിന്റെ മേൽ ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട്. Bethlehem is blessed from the beginning itself. യേശു ജനിക്കേണ്ട സ്ഥലത്ത് പ്രാരംഭത്തിലെ അനുഗ്രഹമുണ്ട്. The place where Jesus is born have been having an importance from the beginning. സഹോദരങ്ങളെ, ചില നിയമങ്ങൾ നമ്മൾ അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ ചില ബുദ്ധിമുട്ട് പോലെ നമുക്ക് വരും. പക്ഷെങ്കിലും അതൊരു ദൈവിക പദ്ധതിയാണെങ്കിൽ മറന്നു പോകരുത്. Dear children of God, as we get ready to obey some laws that we are being compelled to obey, there is some difficulties, but if we are ready and to obey that, there is a blessing. അത് ചിലത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. It will be surely a blessing for അത് us. ചിലത് നമുക്ക് നന്മയ്ക്ക് കാരണമായി തീരും. It will be a goodness for us, അത് നമുക്ക് അനുഗ്രഹമായി തീരും. and that will be a blessing for us. യേശു എവിടെ ജനിക്കുന്നുവോ അവിടെ അനുഗ്രഹമുണ്ട്. Where Jesus born, there will be a blessing. ആകയാൽ നമ്മുടെ ഹൃദയത്തിലാണ് യേശു ജനിക്കുന്നു എങ്കിൽ അവിടെ അനുഗ്രഹമുണ്ട്. If Jesus born inside our heart, and our heart will be blessed. നമ്മുടെ ഭവനത്തിലാണ് യേശു ജനിക്കുന്നുവെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ട്. If Jesus is born inside our home, there will be a blessing in our നമ്മുടെ home. ദേശത്തിലാണ് യേശു ജനിക്കുന്നുവെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ട്. If Jesus is born inside a place, there will be a blessing in our place. ആകയാൽ അന്ന് ബത്ലഹേമിൽ ജനിച്ചുവെങ്കിൽ ഇനി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നുവെങ്കിൽ അവിടെ അത്ഭുതമുണ്ട്. If Jesus is going to be born inside our life, and there will be a blessing in our life. ചില ഓഗസ്തോസ് കൈസർമാർ നിങ്ങളോട് ആജ്ഞാപിക്കുമ്പോൾ മറക്കരുത്, അത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. When some Caesar Augustus give a commandment to you, just because Jesus is going to born inside us. താൽക്കാലികമായി ചിലത് നമുക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എങ്കിലും അതൊരു ദൈവത്തിന്റെ പ്രവർത്തിക്കാണെങ്കിൽ അത് മനഃപൂർവ്വം നമ്മളത് അംഗീകരിക്കാൻ മറക്കരുത്. Temporarily, if we are experiencing some difficulties regarding that will or regarding that commandment, don't forget to obey it. സഹോദരങ്ങളെ, ഒരു വഴിയമ്പലത്തിൽ പോലും അവസരം ലഭിക്കാതെ മറിയയും ജോസഫും വല്ലാണ്ട് വലഞ്ഞു. Mary and Joseph suffered a lot for not getting a place for birth. ലോകരക്ഷിതാവ് ജനന സമയത്തും ഇത്രത്തോളം ക്ലേശം അനുഭവിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. If the Savior of the world has experienced lot of sufferings, difficulties at the time of birth, it is just because for the blessing of our life. യാത്രക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴിയമ്പലത്തിൽ പോലും അവർക്കൊരു സീറ്റ് കിട്ടിയില്ല. They didn't even get a place at the waiting space for travelers. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം ലഭ്യമാകാൻ വേണ്ടിയിട്ട്. Why is it so? Just because for you to get a space. നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. For you to get more facilities. നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. For you to get more blessing. ആമേൻ. ആ സ്പേസ് കൂടെ കർത്താവ് നിങ്ങൾക്കായി വേർതിരിച്ചു തന്നിരിക്കുന്നു. And God has separated that space also for you. നേരെ കാലിത്തൊഴുത്തിലേക്ക് പശുത്തൊഴുത്തിലേക്ക് കടന്നുപോയി. He went straightly inside the barn. നമുക്ക് വേണ്ടിയിട്ട്, just for us, എനിക്ക് വേണ്ടിയിട്ട്, just for me, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, just for you, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട്, just for you to get blessed. അതെ, ഒരു കാലിത്തൊഴുത്തിലേക്ക് ക്രിസ്തു പൂജാതനായി. Jesus Christ born inside അവിടെ ആത്മീക barn. അന്തരീക്ഷത്തിന് ഒരല്പം പോലും കുറവ് വന്നില്ല. But there was no lackness for a spiritual atmosphere. അത് പശുത്തൊഴുത്താണെന്ന് വെച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലൂടെ കുറവ് വന്നില്ല. There was no lackness for the presence of God inside that atmosphere. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരുപക്ഷെ വളരെ ഇടുക്കമുള്ള സ്ഥലമായിരിക്കാം. Sometimes your house may be a very tight space. ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ ഇടുക്കമായിരിക്കാം. Sometimes your workplace may be very tight place. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വളരെ ശോചനീയ അനുഭവങ്ങളായിരിക്കാം. Sometimes wherever you are may be a very suffering location. പക്ഷെ എങ്കിലും അവിടെ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ വളരെയധികം സന്തോഷിക്കണം. Yet if there is the presence of God, you should be very joyful. യേശു ജനിച്ച സ്ഥലത്ത് വളരെ ശോചനീയ അനുഭവമാണെങ്കിലും ദൈവ സാന്നിധ്യത്തിന് അവിടെ കുറവില്ലായിരുന്നു. Even if the place where Jesus was born was not at all good, there was joy. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. Therefore, wherever you are, just
desire to have the presence of God. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. Just desire to get the grace of God wherever you are. ആമേൻ. ക്രിസ്തുവുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്നെത്തുവാൻ ആഗ്രഹിക്കണം. Desire to get into the place where Christ is there. അടുത്ത വീണ്ടും നമ്മൾ പരിശോധിക്കുന്ന സമയത്തിലേക്ക് അതിൻ്റെ 21-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ യേശു എന്ന് അവർ ആ പൈതലിനെ പേരിട്ടു. And when we check the verse 21, there we can see that he was named Jesus. അതിനുശേഷം അവർ നേരെ ദൈവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. And after that they are directly going to the temple of God. ആലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ. To dedicate the baby and pray to God. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആലയത്തിൽ സമർപ്പിക്കണം. When a child is born, we have to dedicate that baby to the temple of God നമ്മുടെ and pray. സംസ്കാരം അനുസരിച്ച് മറ്റ് ഏത് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തില്ലെങ്കിലും കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുക, സമർപ്പിക്കുക വളരെ അത്യാവശ്യമാണ്. No matter even if we couldn't fulfill our cultural practices, we should get the baby to the temple of God for God's blessing. യേശു എന്ന പേര് ഇട്ടു. And the baby was named Jesus. ആലയത്തിൽ സമർപ്പിച്ചു. Jesus was dedicated to the temple of God. ദൈവവചനം അടിസ്ഥാന പ്രകാരമുള്ളതെല്ലാം ഒരു മനുഷ്യന് കൊടുക്കേണ്ടതെല്ലാം യേശു എന്ന പൈതലിന് ലഭിച്ചു. Jesus was given every services that a human baby has to get from the temple of God. ആലയത്തിൽ പ്രതിഷ്ഠിച്ചു. He was submitted to the temple of ആലയത്തിൽ God. പേർ വിളിച്ചു. He was named at the temple of God. ദൈവസന്നിധിയിൽ കാഴ്ച വസ്തുക്കളെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു. They offered offerings to the temple of God. ദൈവപുത്രനാണെങ്കിലും മനുഷ്യനായിട്ട് അവതരിച്ചത് കൊണ്ട് മാനുഷികമായുള്ളതെല്ലാം ചെയ്തു. Even if he was the son of God, as he was come as he is in a human body, he has done everything that a human baby is supposed to do for God. അവൻ യഹൂദിയിലെ ബത്ലഹേമിൽ രോഗരക്ഷിതാവായി ജനിച്ചു. He born inside the Bethlehem. ഭൂമിയിലെ മാനവരാശിക്കെല്ലാം അവൻ രക്ഷിതാവായി തീർന്നു. And he has become the savior of the world. ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. Today that Lord is desiring ആ to bless കർത്താവ് you. നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Today that God is trying to fix you. ആ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. That God is desiring to നിങ്ങളുടെ strengthen you. ഹൃദയങ്ങളിൽ യേശു ജനിക്കട്ടെ. Let Jesus be born inside your heart. നിങ്ങളുടെ ഭവനത്തിൽ യേശു ജനിക്കട്ടെ. Let Jesus born inside your നിങ്ങളുടെ home. ദേശത്തിൽ യേശു ജനിക്കട്ടെ. Let Jesus be born in your hometown. ദൈവിക പദ്ധതികൾ നിറവേറട്ടെ. Let the will of God and plans be fulfilled. നമുക്ക് സമർപ്പിക്കാവോ? Let us submit ourselves. പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടുവാൻ കർത്താവ് ഒരുക്കിയ ഈ അവസരങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹവും സാമീപ്യവും അനുഗ്രഹവും കൃപയും കരുതലും അധികമായി കൂടെ ഇരുന്ന് വഴി നടത്തി ആശീർവദിക്കണമേ. തടസ്സങ്ങളോ പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ബലഹീനതകളൊന്നും ദൈവമേ നിൻ്റെ കുഞ്ഞുങ്ങളെ തൊടാതണം. ആത്മീകവും ഭൗതികമായുള്ള അനുഗ്രഹങ്ങളാൽ ദൈവം നിറച്ച് ക്രൂശിൻ്റെ മറവിലവരെ സൂക്ഷിക്കണമേ. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവകൃപയാലും കരുതലിനാലും കർത്താവ് നിറയ്ക്കണം. സാത്താന്യമായ ശക്തികളോ പ്രതികൂലത്തിൻ്റെ ശക്തികളോ പോരിൻ്റെ ശക്തികളോ പൈശാചിക വ്യാപാരങ്ങളോ ബന്ധനങ്ങളോ ഒന്നും ദൈവമേ കണ്ണുവയ്ക്കുകയോ തൊടുകയോ ചെയ്യാതെ ആവശ്യമായുള്ള ആത്മീകവും ഭൗതികമായുള്ള അനുഗ്രഹങ്ങളാൽ ദൈവത്തിൻ്റെ ആത്മാവങ്ങ് നിറയ്ക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ആശീർവദിക്കുകയും ചെയ്യണം. നിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായി നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ സൂക്ഷിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിക്കും. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം അവരോരോരുത്തരും അനുഭവിപ്പാൻ സഹായിക്കും. യേശുവിൻ നാമത്തെ പിതാവേ, ആമേൻ. Oh Lord, our Heavenly Father, we thank you for giving us a great opportunity to look at your Word of God and to receive some blessings from your Word of God, Jesus. Tonight we pray for all of the people who have been listening to the Word of God, who has been receiving the power of Word of God. Let nobody be set by the eyes of devil, Jesus. Let your angels guard them, guard their life away from every of the problems, every of the devil plans, Jesus. Let God's plan be fulfilled in each and every people, Jesus. Let every plans of the devil be demolished and God's plan be fulfilled. Tonight we submit every of your children to your hands so that they will be protected. They will be blessed with your peace, joy, Jesus. Let this message be a great blessing for them. Let the birth of Jesus be a great goodness, a great reason for the joy in their heart, Lord. Let Jesus be born inside everybody's heart.
Thank you for listening our prayer, Jesus. Thank you for making it happen very soon, Jesus. Thank you, Jesus. In Jesus' name, amen, amen, Amen. amen.